ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും നമ്മുടെ ഉച്ചയ്ക്കുള്ള ലഞ്ച് റെസിപ്പിയും ചെയ്യുന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. രാവിലെ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച നമുക്ക് ചപ്പാത്തിയും കുറുമക്കറിയായിരുന്നു. കുറുമക്കറി ഞാൻ നേരത്തെ ഉണ്ടാക്കി. പിന്നെ ഞായറാഴ്ച ദിവസം ഞാൻ ലേറ്റായിട്ടാണ് ഉറക്കം എണീക്കുന്നത്. ഞാനും പിള്ളേരും ഒക്കെ ലേറ്റായിട്ടാണ് എണീക്കുന്നത്. എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം പിള്ളേർക്ക് രണ്ടുപേർക്കും പോകണ്ട, പിന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നേരത്തെ ഒന്നും എണീക്കാൻ പറ്റില്ല. ഞായറാഴ്ച ദിവസം എന്തോ സ്വർഗം കിട്ടിയ പോലെയാണ് അല്പം നേരം കിടക്കും. എന്നാലും മാക്സിമം ഒരു 7:30 വരെ കിടക്കുള്ളൂ, അതിനപ്പുറം ഒന്നും കിടക്കില്ല. പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ആദ്യം പിള്ളേർക്കൊക്കെ കൊടുത്തിട്ട് വേണം. എനിക്കിനി തുണി നനയ്ക്കാൻ ഉണ്ടായിരുന്നു, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ഞായറാഴ്ച. അപ്പം എല്ലാം ചെയ്തിട്ട് എൻ്റെ ബാക്കി പിന്നെ മക്കൾക്ക് ചപ്പാത്തിയും കുറുമയും ഓരോ മുട്ടയും കൂടെ അവിച്ചു കൊടുത്തു. ഇതടുത്ത് എൻ്റെ ചപ്പാത്തിയും മുട്ടയുമാണ്. അപ്പോൾ അടുത്ത ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ സ്പെഷ്യൽ മട്ടനാണ്. മട്ടൻ തലേ ദിവസം ചേട്ടൻ്റെ കൂട്ടുകാരൻ കുറച്ച് മട്ടൻ കൊണ്ടുവന്നായിരുന്നു. അതിന് പിന്നെ രാവിലെ മസാലയൊക്കെ എടുത്ത് നേരത്തെ പുരട്ടിയ വീഡിയോ മോൻ്റെ അടുത്ത് എടുക്കാൻ പറ്റും, പക്ഷേ എടുത്തപ്പോൾ കറക്റ്റായി വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലെങ്ങനെ പൊക്കി പിടിച്ച് കാണിക്കുന്നത് കേട്ടോ. മസാലയെല്ലാം പുരട്ടി വെച്ച് അങ്ങനെ വിരവിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ അത് എടുക്കാൻ പറഞ്ഞപ്പോൾ അവ എടുത്തിട്ടില്ല, പിന്നെ വേണ്ടെന്ന് വെച്ചു. എല്ലാവർക്കും അറിയാമല്ലോ. അത് പിന്നെ കപ്പ കിട്ടി. തലേ ദിവസം കപ്പ വാങ്ങിക്കൊണ്ടുവന്നു. കപ്പയെ റെഡിയാക്കണം. എല്ലാം ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്, അപ്പം കുറച്ച് പാടാണ്. വയ്യാത്തതും കൂടെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട് കാലും ഭയങ്കര തരിപ്പാണ്. നടക്കാനും നിൽക്കാനും ഒന്നും വയ്യാത്തൊരവസ്ഥയാണ്. എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിരിക്കുന്നു? എല്ലാവരും ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചോ? കപ്പ എന്ന് പറയും, നമ്മൾ മരച്ചിനി എന്നും പറയും. മരച്ചിനി അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു. അടുത്തത് നമ്മുടെ മട്ടൻ എടുത്ത് കുക്കറിലോട്ട് വെച്ചു. നല്ല സൂപ്പർ മട്ടനാണ്. പിന്നെ മട്ടൻ ആവശ്യമുള്ള ഗ്രേവി തയ്യാറാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ നമ്മുടെ കപ്പയെ കഴുകി വൃത്തിയാക്കി, കപ്പ തിളച്ചു. കപ്പ പെട്ടെന്ന് വേവുന്ന കപ്പയാണ്. അങ്ങനെ കപ്പ റെഡിയായി. കപ്പയ്ക്ക് ഇനി കൂട്ട് ചേർക്കണം. തേങ്ങയും മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിവേപ്പിലയും ഇതൊക്കെയാണ് ഞാൻ ഇടുന്നത്. ചിലപ്പോൾ പുളിയും കൂടെ ചേർക്കും. അങ്ങനെ കപ്പ മാറ്റി വെച്ചു. അടുത്ത് ഇനി മട്ടൻ്റെ ഗ്രേവി സെക്ഷനിലോട്ട് പോവുകയാണ്. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പെരുംജീരകവും വറ്റൽമുളകും മറ്റേ പട്ടയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആവശ്യത്തിനിട്ട് അതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ആദ്യം ഇടുന്നു. ആദ്യം ഇട്ടിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് അതിന് നല്ല ഇതാക്കിയതിന് ശേഷം വേവിച്ചതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളി, കുറച്ച് സവാള 2 എണ്ണം, അപ്പം അതിന് രണ്ടിനെയും കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വേവിക്കണം. ബ്രൗൺ കളറാകുമ്പോൾ അത് വേവും. ഉപ്പ് കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ നമ്മുടെ സവാളയും ഇതെല്ലാം തട്ടി, സവാളയും ചെറിയ ഉള്ളിയൊക്കെ അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ എല്ലാവരെയും വിശേഷങ്ങൾ? പിന്നെ മട്ടൻ വേവിച്ചപ്പം കുറച്ച് അതിൽ ഉള്ള വെള്ളമില്ലേ, അത് ഞാനും എൻ്റെ മോളും കൂടെ കുറച്ച് അങ്ങനെ എടുത്ത് വെച്ചു. എൻ്റെ മോനത് അത്ര വലിയ ഇഷ്ടമല്ല. പിന്നെ ഞാനും മോളും കൂടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കുടിച്ചു. അവിടെ മഴയുണ്ടോ? ഇവിടെ എപ്പോഴും മഴയാണ്. അങ്ങനെ നമ്മുടെ മട്ടൻ്റെ ഗ്രേവിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കുക്കിംഗ് എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും നമ്മുടെ ചാനലിലിടുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു സന്തോഷമല്ലേ നമ്മൾ ഈ കുക്കിംഗ് വീഡിയോസ് ഇടുമ്പോൾ. ചിലർക്ക് ഇഷ്ടമില്ലാത്തവരും കാണും, അതൊന്നും പ്രശ്നമല്ല. പിന്നെ എൻ്റെ ലൈവിൽ ഇപ്പം എൻ്റെ ചാനലിൽ ഹാഫ് മോണിയായി, സൂപ്പർ ചാറ്റിൻ്റെ ഇതൊക്കെ ആയി. പക്ഷേ സൂപ്പർ ചാറ്റ് വർക്ക് ചെയ്യുന്നില്ല. സൂപ്പർ ചാറ്റ് എന്തോ ആഡ്സെൻസ് അക്കൗണ്ട് ആഡ് ചെയ്യണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പ്രാന്ത് പിടിച്ച് ആദ്യം എൻ്റെ അക്കൗണ്ട് ഒരിക്കൽ പോയി. എങ്ങനെയോ ഇമെയിൽ ഐ ഡിയൊക്കെ ഡിലീറ്റായി. എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെ പ്രാന്ത് പിടിച്ച് ഞാൻ ഇരിക്കുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ട് എനിക്ക് പറഞ്ഞതാണ്. അടുത്തതായി നമ്മുടെ പയർ തോരൻ ആണ്. ഞായറാഴ്ച സ്പെഷ്യൽ പയർ തോരനും ചോറും കപ്പയും പിന്നെ കുറച്ച് സവാള അരിഞ്ഞു വെച്ച് പിന്നെ മട്ടണും. ഇതൊക്കെയാണ് ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ കേട്ടോ. നിങ്ങളുടെ സ്പെഷ്യൽ എന്തായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് സൺഡേ അല്ല.